ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മിൻറ്റ് അഥവാ പുതിന എന്ന സസ്യത്തെ പറ്റിയാണ്. സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഇലകളുള്ള സസ്യങ്ങളുടെ വർഗത്തിൽപ്പെടുന്ന ഒരിനം ഔഷധ സസ്യമാണ് പുതിന. അറേബ്യൻ നാടുകളിലെ ഒരു പ്രധാനപ്പെട്ട സസ്യമായ ഇത് അറബി ഭാഷയിൽ നാന എന്ന പേരിൽ അറിയപ്പെടുന്നു. പുതിനയിൽ നിന്നാണ് മെന്തോൾ എന്ന തൈലം വാറ്റിയെടുക്കുന്നത്. ഇന്ത്യയിൽ മിക്കവാറും പ്രദേശങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നു. തണ്ട് മുറിച്ച് നട്ട് പുതിന വളർത്താം. മെന്ത അഥവാ മിൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ സസ്യം മണ്ണിൽ പടർന്ന് വളരുന്നു. പെപ്പർമിൻറ്റ്, പൈനാപ്പിൾ മിൻറ്റ് തുടങ്ങി പലതരം പുതിനങ്ങളുണ്ട്. പുതിന കഴിക്കുമ്പോൾ ചെറിയ ഒരു മധുരവും ശേഷം തണുപ്പുമാണ് അനുഭവപ്പെടുക. പുതിനയിൽ അടങ്ങിയ മെന്തോളാണ് ഇതിന് കാരണം. ഹൃദ്യമായ വാസനയുള്ള പുതിനയില രുചിക്കും മണത്തിനും വേണ്ടി ചില കറികളിലും ബിരിയാണി പോലുള്ള ഭക്ഷണ വിഭവങ്ങളിലും ചേർക്കുന്ന പതിവുണ്ട്. പുതിന ചട്നി, പുതിന ചായ തുടങ്ങിയ വിഭവങ്ങളും പുതിനയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ഇതിനു പുറമെ സൂപ്പ്, ജ്യൂസ് തുടങ്ങിയ പാനീയങ്ങളിലും വിവിധ തരം മിഠായികളിലും ചൂയിങ് ഗമ്മുകളിലും ചേർക്കുന്നു. പുതിന സത്ത് ചേർന്ന ടൂത്ത് പേസ്റ്റുകളും മൗത്ത് ഫ്രഷനറുകളും വിപണിയിൽ ലഭ്യമാണ്. പുതിന പതിവായി കഴിക്കുന്നത് ആമാശയം ശുദ്ധീകരണത്തിനും ഉദരരോഗങ്ങൾക്കും നല്ലതാണ്. ഒപ്പം മൂത്രം നന്നായി പോകുന്നതിനും സഹായിക്കുന്നു. ആസ്മ, അലർജി തുടങ്ങിയ വ്യാധികൾക്കുള്ള പ്രതിവിധിയായും പുതിന ഉപയോഗിക്കുന്നു. ആയുർവേദ പ്രകാരം ചെടിയുടെ മുഴുവൻ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ്. ജലദോഷം, ത്വക്ക് രോഗങ്ങൾ ഇവയെ പ്രതിരോധിക്കാനും പുതിനയുടെ ഇല ഉപയോഗിക്കുന്നു. എല്ലാ ഇനം പുതിനകളും ജലാശയങ്ങൾ, തടാകങ്ങൾ, നദികൾ, ഭാഗികമായി തണലുള്ള തണുത്ത ഈർപ്പമുള്ള സ്ഥലങ്ങൾ എന്നിവയ്ക്ക് സമീപം വളരുന്നു. പൊതുവെ വിവിധ സാഹചര്യങ്ങളെ അതിജീവിച്ച് വളരുന്ന ഈ സസ്യം പൂർണ്ണ സൂര്യപ്രകാശത്തിലും വളർത്താം. പുതിന വർഷം മുഴുവനും വളരുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.